നമസ്കാരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് പോലും കുറയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഈ വാചകം വിശ്വസിക്കാമോ? കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച തമിഴ്നാടിന് സീറ്റെണ്ണം കൂടുമോ? കീറാമുട്ടി എന്ന് കണ്ടെത്തി അരനൂറ്റാണ്ടായി തൊടാതിരുന്നതാണ് ലോക്സഭാ സീറ്റ് വിഭജനം. ഒടുവിൽ സർക്കാർ 1973 ശേഷം രണ്ടും കൽപ്പിച്ച് മണ്ഡല പുനർനിർണയം പ്രഖ്യാപിക്കുകയാണ്. ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ വിഭജിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. ആ തത്വം അംഗീകരിച്ചാൽ കൊടിയ നഷ്ടം വരാൻ പോകുന്നത് കേരളത്തിനും തമിഴ്നാടിനുമാണ്. കാരണം ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലായതിനാൽ കാര്യമായ ജനസംഖ്യാ വർധനയില്ല. എന്നാൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ വലിയ തോതിൽ സീറ്റുകൾ കൂടും. സാമൂഹിക പരിഷ്കാരം നടപ്പിലാക്കിയതിന്റെ പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ നിന്ന നിൽപ്പിൽ കേരളം, യുപിക്ക് കൂടുതൽ 63 സീറ്റ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് തുടങ്ങാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ല എന്നാണ് ആ ഉറപ്പ്. അങ്ങനെയെങ്കിൽ നിലവിലെ 543 അംഗ ലോക്സഭ 846 ആകും. 303 അംഗങ്ങൾ കൂടി അധികമായെത്തും. ആ ഒരു ക്രമീകരണത്തിലൂടെ മാത്രമായിരിക്കും കേരളത്തിൽ നിലവിലുള്ള 20 സീറ്റ് അതുപോലെ നിലനിർത്താൻ കഴിയുക. കേരളത്തിൽ ഇപ്പോഴുള്ള 20 സീറ്റ് അങ്ങനെ തന്നെ തുടർന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്ന് ആരംഭിക്കാം. നിലവിൽ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ പുതിയ സീറ്റ് നില 143 ആകും. അതായത് 63 സീറ്റിന്റെ വർധന. കേരളത്തിൽ 20 സീറ്റ് അതുപോലെ നിലനിർത്തിയാൽ ഉത്തർപ്രദേശിന് ലഭിക്കുന്ന ബമ്പർ ലോട്ടറിയാണ് ഈ 63 സീറ്റ്. ഇപ്പോൾ തന്നെ യുപി പിടിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ യുപി തന്നെ രാഷ്ട്രീയ ഇന്ത്യയായി മാറും. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും നേട്ടമുണ്ടാകുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ നിലവിലുള്ളത് 40 സീറ്റ്. അത് 79 മാറും. ഇരട്ടിയായ 80-ന് ഒരു സീറ്റ് മാത്രം കുറവ്. നിലവിൽ സീറ്റ് എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയെ ബീഹാർ മറികടക്കുകയും ചെയ്യും. 48 സീറ്റുള്ള മഹാരാഷ്ട്രയ്ക്ക് പുതിയ ലോക്സഭയിൽ 76 സീറ്റ് കിട്ടും. ബീഹാറിനേക്കാൾ 3 സീറ്റ് കുറവ്. 4ാം സ്ഥാനത്തെത്തുക നിലവിൽ 3ാം സ്ഥാനത്തുള്ള പശ്ചിമ ബംഗാൾ ആയിരിക്കും. നിലവിലെ 42 സീറ്റ് 60 മാറും. 18 സീറ്റിന്റെ മാത്രം വർധന. ബീഹാറിനും ഉത്തർപ്രദേശിനും തന്നെയാണ് മണ്ഡല പുനർനിർണയം സ്വപ്ന സമാനമായ നേട്ടം കൊണ്ടുവരാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ നിലവിലെ ലോക്സഭയിൽ ആന്ധ്രാപ്രദേശിന് 25 സീറ്റും തെലങ്കാനയ്ക്ക് 17 സീറ്റുമാണ് ഉള്ളത്. രണ്ടും ചേർന്ന് 42. ഈ സംസ്ഥാനങ്ങൾ രണ്ടായ ശേഷം ജനസംഖ്യാ സെൻസസ് നടന്നിട്ടില്ല എന്നതിനാൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും കണക്ക് ഒന്നിച്ച് പറയുകയാണ് സാധ്യമായ രീതി. ആ കണക്ക് വെച്ചാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും കൂടി 54 സീറ്റാണ് ലഭിക്കുക. അത് 32 സീറ്റും 22 സീറ്റും ആകാനാണ് എല്ലാ സാധ്യതയും. തമിഴ്നാടും ആനുപാതിക പ്രാതിനിധ്യത്തിൽ വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്ന സംസ്ഥാനമാണ്. നിലവിലെ 39 സീറ്റ് 10 മാത്രം കൂടി 49 ആയിട്ടാകും മാറുക. കർണാടകയുടെ 28 സീറ്റ് 41 മാറും. കർണാടകയ്ക്ക് പോലും 13 സീറ്റ് കൂടുമ്പോൾ തമിഴ്നാടിന്റെ വർധന 10 സീറ്റ് മാത്രം. ഈ കണക്കിൽ ദക്ഷിണേന്ത്യയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നഷ്ടം നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറും. 20 അങ്ങനെ തന്നെ തുടരും. ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ സീറ്റെണ്ണം നന്നായി കൂടുന്നതായിരിക്കും പുനർനിർണയം. മധ്യപ്രദേശിൽ നിലവിൽ 29 സീറ്റാണ് ഉള്ളത്. അതിനി 52 ആകും. 23 സീറ്റിന്റെ വലിയ വർധന. രാജസ്ഥാനിലെ 25 സീറ്റ് നേരെ ഇരട്ടിയായി 50 ആകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഗുജറാത്തിൽ 26 ലോക്സഭാ സീറ്റ് 43 വികസിക്കും. നിലവിൽ കേരളത്തിന് സമാനമാണ് ഒഡീഷ. അവിടെ 21 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് പുനർനിർണയത്തോടെ 28 മാറും. ഛത്തീസ്ഗഡും വലിയ നേട്ടമുണ്ടാക്കും. നിലവിലെ 11 സീറ്റ് 19 സീറ്റായി മാറും. ഇപ്പോൾ കേരളത്തിന്റെ പകുതിയിലധികം മാത്രം പ്രാതിനിധ്യമുള്ള സംസ്ഥാനം കേരളത്തോളം എത്തും എന്ന് സാരം. ഝാർഖണ്ഡിൽ ഇപ്പോൾ 14 സീറ്റ്. അത് നേരെ 24 മാറും.
അസമിലെ 14 സീറ്റ് 21 മാറും. കേരളത്തെക്കാൾ പ്രാതിനിധ്യത്തിൽ ഏറെ പിന്നിലായിരുന്ന ഇരു സംസ്ഥാനവും സീറ്റ് എണ്ണത്തിൽ കേരളത്തെ മറികടക്കും. 13 സീറ്റ് മാത്രമുണ്ടായിരുന്ന പഞ്ചാബ് പോലും 18 സീറ്റുമായി തൊട്ടടുത്തെത്തും. ഹരിയാനയുടെ 10 സീറ്റും 18 മാറും. ഡൽഹിയാണ് പിന്നെയും നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനം. തലസ്ഥാന സംസ്ഥാനത്തെ 7 സീറ്റിൽ 5 വർദ്ധിച്ച് 12 ജമ്മു കശ്മീരിലെ 6 9 ഉത്തരാഖണ്ഡിലെ 5 7 മാറും. ഹിമാചൽ കേരളം പോലെ തന്നെയാണ്. 4 സീറ്റ് മാറ്റമില്ലാതെ തുടരും. 1ഉം 2ഉം വീതം പ്രാതിനിധ്യമുള്ള ത്രിപുരയിലും മണിപ്പൂരിലും മേഘാലയയിലുമൊക്കെ നിലവിലെ സീറ്റെണ്ണത്തിൽ മാറ്റമില്ല. സീറ്റെണ്ണം കുറയില്ല എന്ന ആഭ്യന്തരമന്ത്രിയുടെ വാക്കു വിശ്വസിച്ചാലും നഷ്ടം പേറാൻ പോകുന്നത് കേരളവും തമിഴ്നാടുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമരം പ്രഖ്യാപിച്ചത്. ലോക്സഭയിൽ 303 സീറ്റ് കൂട്ടിയാൽ മാത്രമാണ് കേരളത്തിന്റെ സീറ്റെണ്ണം കുറയ്ക്കാതെ നിർത്തുക എന്ന സാധ്യത വിജയിക്കാൻ കഴിയുക. അതോടെ 846 സീറ്റിന്റെ ജംബോ ലോക്സഭയായി മാറി. സ്റ്റേഡിയത്തിൽ എന്നതുപോലെയാകും പിന്നീട് ലോക്സഭയിലെ കളികൾ. 846 സീറ്റ് ആക്കിയാൽ പോലും കേരളത്തിനും തമിഴ്നാടിനും ശക്തി വലിയ തോതിൽ ശോഷിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ വിലപേശലിനുള്ള സാധ്യതയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. ദേശീയ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആനുപാതിക പ്രാതിനിധ്യമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഫണ്ടുകൾ ജനസംഖ്യാനുപാതികമായി വീതം വയ്ക്കുമ്പോൾ ഏറ്റവും അവഗണിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. ലോക്സഭയിലെ പ്രാതിനിധ്യത്തിലേക്ക് കൂടി അത് പ്രതിഫലിച്ചാൽ പിന്നെ അടിമ സമാനമാകും ജീവിതം എന്നാണ് തമിഴ്നാട് നൽകുന്ന മുന്നറിയിപ്പ്. പുനർനിർണയിക്കപ്പെടുന്ന ലോക്സഭയിലും ഉണ്ടാകണം ദക്ഷിണേന്ത്യയുടെ ശക്തമായ ശബ്ദം എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.